നിങ്ങൾ ഒരു 300 രൂപയുടെ BNB മുടക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 35,000 BNB അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10 BNB എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അല്ലെ? പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡ് BNB എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചാണ്. ഈ ഒരു സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ വിഡ്രോയിൽ കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ ഇൻകവും വരുന്നത് നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലോട്ടാണ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ BNB ആയിട്ട് നമ്മളുടെ വാലറ്റിലോട്ട് റിസീവ് ആവുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ 300 രൂപയുടെ BNB വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് BNBയും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ എന്തായാലും നേരെ വീഡിയോ കാണാം. പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് 100% വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രൊജക്ട് ആയിട്ടുള്ള റൈഡ് BNBനെ കുറിച്ചായിരുന്നു. ഈ ഒരു പ്രൊജക്ട് വെരിഫൈഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് തന്നെ നോക്കാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് OPBNBന്റെ എക്സ്പ്ലോറിൽ പോയിട്ട് അതിന്റെ കോൺട്രാക്ട് അഡ്രസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ എങ്ങനെയാണ് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വേണം. അപ്പം ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ടോക്കൺ പോക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ് വരുന്നുണ്ട്, മെറ്റാമാസ്ക്, സേഫ് പാലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതില് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ടോക്കൺ പോക്കറ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. ഞാൻ ഇതിന്റെ PDF നോക്കിയിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഈ റൈഡ് BNBനെ കുറിച്ച് പറഞ്ഞുതരാം. ഈ 35,000 BNBയോളം നമുക്ക് ഏൺ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്തായാലും അത് എങ്ങനെയാണ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക് പോലുള്ള വാലറ്റുകളിലാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാലറ്റ് മുഖേനയാണ് നമുക്ക് ഇതിനകത്തോട്ട് എൻ്റർ ആവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന വാലറ്റ് സേഫ് പാലാണ്. എന്നിരുന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റ് ആണ്. കാരണം കുറച്ചുകൂടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോക്കൺ പോക്കറ്റ് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാല് BNBന്റെ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ 0.0044 BNB ആണ്. ഡോളറിന്റെ അതിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അതിന്റെ പ്രൈസ് വേരിയേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇതിനകത്ത് PDF-ന്റെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് $2.7 ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതില് നമ്മൾ ഒരു 300 രൂപയുടെ വാല്യൂ വരുന്ന BNB വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് എൻ്റർ ആവുന്നു. എൻ്റർ ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, 2 റഫറൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പൊ ഈ ഒരു 2 കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മിനിമം ഏറ്റവും കുറഞ്ഞ 10 BNB എങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. 300 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വെറുതെ വാങ്ങിച്ച് കളയുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 2 റഫറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 ലെവൽസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.0044 BNBയിലാണ്. ഏകദേശം അന്നത്തെ വാല്യൂ വെച്ചിട്ട് $2.7 ആണ്. INR വാല്യൂ പറയാൻ ഏകദേശം ഒരു 300 രൂപയുടെ BNB വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ആവുന്നത്. അത് ബിഗിനർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ രണ്ടാമത്തെ വരുന്നതാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയും. അപ്പൊ അത് $4 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അച്ചീവർ, മൂന്നാമത്തെ അച്ചീവർ, നാലാമത്തെ അംബാസഡർ, അഞ്ചാമത്തെ വരുന്ന പിയനീർ, അതുപോലെ തന്നെ ആറാമത്തെ മെന്റർ, പിന്നെ വരുന്നത് 7ാമത്തെ ചാമ്പ്യൻ, പിന്നെ 8ാമത്തെ ഡയറക്ടർ, പിന്നെ 9ാമത്തെ ടൈറ്റൻ, 10ാമത്തെ വരുന്ന ഐക്കൺ, 11ാമത്തെ വരുന്ന ലെജൻഡ്, പിന്നെ 12ാമത്തെ വരുന്ന എംപയറർ. അപ്പൊ ഇത്രയും റാങ്ക് ആണ് വരുന്നത്. ഇതില് 6 റാങ്ക് കണ്ടോ, യെല്ലോ കളറിൽ നോട്ട് ചെയ്തിരിക്കുന്ന കണ്ടോ. അപ്പൊ ആ യെല്ലോ കളറിലാണ് നമ്മൾ മാക്സിമം പുഷ് കൊടുക്കേണ്ടത്. കാരണം 1, 2, 3 ലെവലുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4, 5, 6 ലെവലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ടീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു ടൈം ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഇവിടെ കണ്ടോ, ഈ ചാമ്പ്യൻ തൊട്ട് നമുക്ക് $120 ആ ഒരു ഇത് തൊട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതുകൊണ്ടാണ് നല്ല രീതിയിൽ നമ്മൾ BNB കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് തന്നെ. നമ്മൾ എൻ്റർ ആവുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ 0.004 BNB ആണ്. അപ്പൊ അതിൽ എൻ്റർ ആയതിനു ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏകദേശം 2 പേരെ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഇതൊരു വർക്കിംഗ് പ്ലാൻ ആണ്, 100% വർക്കിംഗ് പ്ലാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 പേരെ റെഫർ ചെയ്യുക. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ റെഫറിൽ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡയറക്റ്റ് ആയിട്ട് 100% നിങ്ങൾക്ക് ഇൻകം കിട്ടും. 100% ഇൻകത്തില് നിങ്ങൾക്ക് അതിനകത്ത് ഒരു 2% കട്ടാവും. ആ 2%-ൽ 1% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് പോകും. ഓരോ 24 മണിക്കൂറിലും ഓരോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഐ ഡി, അതുപോലെ തന്നെ ഇതിനകത്ത് 12 ലെവലായിട്ടുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ 2% ഇങ്ങനെ കട്ടാവുന്നുണ്ടാവും. അപ്പൊ അതിൽ 1% എന്ന് പറയുന്നത് ക്രിയേറ്റർക്ക് പോകും. ബാക്കിയുള്ള 1% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 10, 11, 12 ലെവൽ ഉണ്ടല്ലോ, അതിനകത്തോട്ട് റോയാലിറ്റി ഇൻകം എന്ന് പറയും. ഇപ്പൊ ഈ കമ്പനിയുടെ ഷെയർ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു റോയാലിറ്റി ഇൻകത്തിലോട്ട് പോകും. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈറ്റിൽ 24 മണിക്കൂറിന്റെ കൗണ്ട് ഡൗണും പിന്നെ അതുപോലെ തന്നെ റോയാലിറ്റി ഇൻകം ഏതൊക്കെ ലെവലിൽ എത്രത്തോളം കിട്ടി എന്നുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. അതായത് ഡാറ്റ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ 300 രൂപയുടെ BNB നമ്മൾ ഒരാളെ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 98% നമുക്ക് കിട്ടും. നിങ്ങൾ എത്ര പേരെ വേണമെങ്കിലും ഡാറ്റ റെഫറൽ ചെയ്തോ അതിന്റെ എല്ലാം 98% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിനകത്ത് ആ ഒരു പാക്കേജ്, അതായത് നമ്മൾ ഇതിനകത്ത് എൻ്റർ ആയി ബിഗിനർ എന്ന് പറയുന്ന ലെവലിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ 2 പേരെ റെഫറൽ ചെയ്തു. റെഫറൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ 2 പേരുടെ റെഫറിൽ നിന്നും 300 രൂപയുടെ 98% വെച്ചിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനർ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സെക്കൻഡ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം ബിഗിനറിന്റെ ലെവലിലുള്ള ഇൻകവും കാര്യങ്ങളൊക്കെ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് ലെവലായിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന റാങ്കിലെ ഇൻകം ആണ് നമ്മൾ ഇനി മേടിക്കാൻ പോകുന്നത്. അതായത് 4 പേരിൽ നിന്നുള്ള ഇൻകം ആണ് മേടിക്കാൻ പോകുന്നത്. ഇതൊരു ബൈനറി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ 4 പേര് മാച്ച് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാളോ 2 ആളോ 3 ആളോ ഒക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതില് ഇൻഫ്ലുവൻസർ റാങ്കിലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് 0.0063 BNB വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ BNBന്റെ ചെറിയൊരു ശതമാനം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 4 പേരിൽ നിന്ന് $4 വെച്ചിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഈ 4 പേരിൽ നിന്ന് $4 വെച്ചിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക, ഏകദേശം $16 വന്നു. അപ്പൊ ഈ $16 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതായത് ആ ഒരു കിട്ടിയ എമൗണ്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? $8 കൊടുത്തിട്ട് 3rd ലെവലായിട്ടുള്ള അച്ചീവർ റാങ്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ ഈ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അംബാസഡർ റാങ്ക് വരെയെങ്കിലും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് വെക്കാം. ഇവിടെ അച്ചീവർ കഴിഞ്ഞിട്ട് അംബാസഡർ എന്ന് പറയുന്ന റാങ്ക് ഉണ്ട്. ഏകദേശം ഒരു $30 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ, അതായത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഒരു 2 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള 2 പേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു $30 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ അംബാസഡർ റാങ്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ഗ്രേഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ അംബാസഡർ എന്ന് പറയുന്ന ആ ഒരു ലെവൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബിഗിനർ ലെവലിനെ അപേക്ഷിച്ച് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ കുറെ അധികം ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെവലെല്ലാം ഞാൻ ഈ പറയുന്ന ആ ഒരു എന്താ പറയുക കാൽക്കുലേഷനിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ലെവൽ വെച്ചിട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 12ാമത്തെ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഈ 12ാമത്തെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപയർ എന്ന് പറയുന്ന റാങ്ക് ആണ്. അപ്പൊ അതിൽ നമുക്ക് റോയാലിറ്റി ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ലെവലില് ഏകദേശം 4096 മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ ടീമിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ടോട്ടൽ ടീമിൽ വന്നിരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവർ അപ്ഗ്രേഡ് ചെയ്യൂലേ? അവരിൽ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ ചിലരെങ്കിലും എന്താ പറയുക ഒരു 1000 പേരെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഏറ്റവും കുറഞ്ഞൊരു എന്താ പറയുക 10-300 BNB എങ്കിലും നമുക്ക് സുഖമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുക? അപ്ഗ്രേഡും ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 12th റാങ്കിൽ ഇപ്പം ഈ 12 ലെവലും അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും 12th റാങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു റാങ്കിൽ അവര് ആ ഒരു 12ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4ാമത്തെ ലെവലിൽ തന്നെയാണ് അപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇൻകം കിട്ടത്തില്ല. നേരെ മറിച്ച് ആ 12ാമത്തെ റാങ്കിൽ 12ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാര് എന്ത് ചെയ്യും? അത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ടോപ്പിൽ ആരാണോ 12ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് പോയിട്ട് ഇൻകം കയറും. അപ്പൊ ഞാൻ ഈ പറയുന്നത് കുറേ ഒന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ജോയിൻ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 300 അല്ലെങ്കിൽ $30 എമൗണ്ടിലുള്ള അംബാസഡർ റാങ്ക് വരിക നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വെക്കാം. ഓക്കെ. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡാറ്റ റെഫറൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. ബാക്കി എത്ര റെഫറൽ വേണമെങ്കിലും കൊണ്ടുവരാം, ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. റെഫറൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. പിന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇതിനകത്ത് വരുന്ന ഇൻകം അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് പോവുക.
എന്നാൽ മാത്രമേ താഴെയുള്ള ടീം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ഗ്രേഡേഷൻ പ്ലാൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ 300 രൂപ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻകവും കാര്യങ്ങളും ഏൺ ചെയ്യാൻ പറ്റും. 10ാമത്തെ റാങ്ക് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇത്രയധികം മെമ്പേഴ്സും കാര്യങ്ങളൊന്നും വേണ്ട. കുറഞ്ഞ മെമ്പേഴ്സ് ഒക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. നമ്മളിപ്പം ഈ പറഞ്ഞ കാൽക്കുലേഷനിൽ 4, 8, 16, 32 അങ്ങനെ ഫുള്ളായിട്ടൊന്നും വരത്തൊന്നുമില്ല. അത് ചിലപ്പോൾ 2 or 3 ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. വർക്ക് ചെയ്ത് താഴോട്ട് ലെവലാക്കുന്ന സമയത്ത് നമ്മുടെ റാങ്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ആയിട്ട് വരും. അതിനനുസരിച്ച് നമുക്ക് ഇൻകവും എന്ത് ചെയ്യും, കൂടുന്നതായിരിക്കും.